ആശാ വർക്കേഴ്സ് അസോസിയേഷൻ്റെ രാപ്പകൽ സമരം 50 ദിവസം പിന്നിടുകയാണ്. തീർച്ചയായും ഒരു സംശയവുമില്ല, ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആ സമരം അവിടെ നടക്കുന്നത്. ആശാ വർക്കർമാർക്ക് ശമ്പളം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്, അവരുടെ കുടിശ്ശികകളെല്ലാം കൊടുത്തു തീർക്കേണ്ടതുണ്ട്. അങ്ങനെയൊക്കെയുള്ള ന്യായമായ ആവശ്യങ്ങൾ നിലനിൽക്കെ തന്നെ അവരുടെ ജോലിഭാരം കുറയ്ക്കേണ്ടതുണ്ട് എന്നൊക്കെയുള്ള ന്യായമായ ആവശ്യങ്ങൾ നിലനിൽക്കെ തന്നെ സമരത്തെക്കുറിച്ച്, സമര നേതൃത്വത്തെക്കുറിച്ചുള്ള വിമർശനങ്ങളും ഒരു ഭാഗത്ത് സജീവമാണ്. കേരളം ഏറ്റവും മികച്ച വേതനം നൽകുന്ന കേരളമാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന നിലയ്ക്ക് നടക്കുന്ന സമരം ശരിയല്ല എന്നും കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്വം കൂടി ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടേണ്ട ബാധ്യത അത് സമരക്കാർക്കുണ്ട് എന്നുമൊക്കെയുള്ള വിമർശനവും ഉയർന്നിരുന്നു. അങ്ങനെ സമ്മിശ്രമായ ഈ ചർച്ചകൾ കടന്നു പോകുമ്പോൾ തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരത്തിന് പൂർണ്ണ പിന്തുണ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്, മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. കാരണം അവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്തായാലും ന്യായമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ആശാവർക്കർമാർ ഇന്ന് മുടിമുറിച്ച് പ്രതിഷേധിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. സർക്കാർ അറിയിച്ചാൽ ഏത് നേരത്തും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും സമരക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങളുമായി ഹാൻസ് ജോൺ ചേരുന്നുണ്ട് തിരുവനന്തപുരത്തുനിന്ന്. ഹാൻസ്, സമരം അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നേരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമായിരുന്നു, അതിനുശേഷം നിരാഹാര സമരത്തിലേക്ക് കടന്നു. ഇന്നിപ്പോൾ 12ാം ദിവസം കടക്കുമ്പോൾ, നിരാഹാര സമരം കടക്കുമ്പോൾ അവിടെ മുടിമുറിച്ച് പ്രതിഷേധിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് സമരക്കാർ. എന്താണ് സമരക്കാരുടെ തീരുമാനം? എപ്പോഴാണ് ഈ സമരരൂപം അവിടെ അരങ്ങേറുക? തീർച്ചയായും ഹർഷൻ, സമരം വീണ്ടും കടുപ്പിക്കാൻ ഒരുങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ മുടിമുറിച്ച് ഇന്ന് ദിവസം ആശാപ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. ഹർഷൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരാഹാരം സമരം 12ാം ദിവസത്തിലേക്കും അതിനോടൊപ്പം തന്നെ അനിശ്ചിതകാല രാപ്പകൽ സമരം 50ാം ദിവസത്തിലേക്കും കടക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു അസാധാരണമായ നീക്കത്തിലേക്ക് ആശാപ്രവർത്തകരും സമരസമിതിയും കടക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിക്ക് ഈ സമരവേദിയിൽ ആശാപ്രവർത്തകർ ഒത്തുകൂടും. ഏകദേശം 50ലധികം ആശാപ്രവർത്തകർ ഒരേ സമയം ഈ സമരപ്പന്തലിൽ മുടിമുറിച്ച് പ്രതിഷേധിക്കും എന്നാണ് സമരസമിതി നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇതുകൂടാതെ തന്നെ സംസ്ഥാനത്ത് ഉടനീളമുള്ള ആശാപ്രവർത്തകരും സ്ത്രീകളും ഈ സമരത്തിൻ്റെ ഭാഗമായി മുടിമുറിച്ച് പ്രതിഷേധിക്കുമെന്നാണ് ഇപ്പോൾ സമരസമിതി നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നത്. നിലവിൽ ഈ സമരപ്പന്തലിൽ 3 പേരാണ് ഇപ്പോൾ നിരാഹാര സമരം അനുഷ്ഠിക്കുന്നത്. SB രാജി, ബീന പീറ്റർ, അതിനോടൊപ്പം തന്നെ അനിത കുമാരി എന്ന 3 ആശാപ്രവർത്തകരാണ് ഇപ്പോൾ നിരാഹാരം അനുഷ്ഠിക്കുന്നത്. എന്തായാലും സമരസമിതി നേതാവ് തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇന്ന് വളരെ അസാധാരണമായൊരു പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് സർക്കാർ ഈ സമരത്തോട് കാണിക്കുന്ന കുറ്റകരമായ ഒരു നടപടിയിൽ നിന്നാണ് ഞങ്ങൾ ഇന്ന് മുടിമുറിക്കൽ സമരത്തിലേക്ക് വന്നത്. 50 ദിവസമാകുകയാണ് ഇന്ന് ഈ സമരം തുടങ്ങിയിട്ട്. ഇത്രയും വലിയൊരു കുറ്റമാണോ കേരളത്തിലെ ആശാവർക്കർമാർ ചെയ്തത്? 232 രൂപയ്ക്ക് ജീവിക്കാൻ കഴിയുന്നില്ല, അത് കുറച്ച് കൂട്ടിത്തരണം, അല്ലെ വിരമിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത്ര പൈസ തരണമെന്ന് ആവശ്യപ്പെടുന്നത് ഇത്ര വലിയൊരു കുറ്റമാണോ? ജനങ്ങൾ പറയട്ടെ, ഇനി എന്താണ് കാര്യമാണ്, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ഈ സമൂഹം പറയട്ടെ. ഞങ്ങളൊരു കുറ്റവും ചെയ്തിട്ടില്ല, ഞങ്ങൾ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടില്ല. അത് അത്തരത്തിലേക്ക് എന്തെങ്കിലും കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് സർക്കാർ നടപടിയാണ് അത്തരത്തിലുള്ള കാര്യങ്ങളേക്ക്. ഏത് സമയത്തും ചർച്ചയ്ക്ക് സമ്മതമാണെന്ന് സമരസമിതി നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പിടിവാശിയില്ല, ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. ഈ സമരം സെറ്റിൽ ചെയ്യണം. ഇത്രയും ദിവസം എങ്ങനെ സ്ത്രീകൾക്ക് ഈ സമരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് വിചാരിച്ച് ഞങ്ങളുടെ ഡിമാൻഡ് അംഗീകരിക്കാതെ സമരം അവസാനിപ്പിക്കത്തില്ല. അതിന് ഇപ്പോൾ മുടിമുറിക്കല്ല, എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും ഈ 50 ദിവസമായിട്ട് ഞങ്ങൾ ത്യാഗം സഹിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഇനി അതിന് ഞങ്ങൾ സന്നദ്ധമാണ്, അതുമായിട്ട് മുന്നോട്ട് പോകും. ഹർഷൻ, ഇത് തന്നെയാണ് അവർ പറയുന്നത്. അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആശാപ്രവർത്തകരുടെ തീരുമാനം. ഹർഷൻ.